മൂസ ഇസ് ബാക്ക്. നമ്മുടെ CID മൂസ 2 2027 റിലീസ് ചെയ്യും എന്ന് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ജോണി ആന്റണി തന്നെ ഈ അടുത്തായിട്ട് നടന്നൊരു ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2027 CID മൂസ 2 മാജിക് ഫ്രെയിംസിന്റെ ഒരു പുതിയ തിയേറ്റർ ഈ അടുത്തായിട്ട് ഉദ്ഘാടനം ചെയ്തു. അതിൽ വെച്ചാണ് പുള്ളിക്കാരെ ഇത് അനൗൺസ് ചെയ്തത്. അത്ര ആവേശത്തോടെയാണ് പുള്ളി അത് അനൗൺസ് ചെയ്തത്. കേട്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അത്രയും ബ്യൂട്ടിഫുൾ ആക്കിയൊരു മൂവി ഞാൻ പറഞ്ഞാൽ ഞാൻ CID മൂസ മാത്രമേ പറയൂ. കാരണം ഞാൻ സ്കൂളിൽ പോലും പോവാതെ ലീവ് എടുത്ത് ഞാൻ ഇരുന്ന് TV കണ്ടിട്ടുള്ള മൂവിയാണ് CID മൂസ. എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു ആ പടം എന്ന് പറയുന്നത്. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടുള്ള അത്രയും കിഡിലായിട്ടുള്ളൊരു പടം, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ, അതാണ് CID മൂസ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുവാണെന്ന് പറയുമ്പോൾ അത്രയും ഒരു സന്തോഷമുണ്ട്. ബട്ട് എനിക്ക് സന്തോഷത്തെക്കാളും കൂടുതൽ നല്ല രീതിക്കുള്ള ദുഃഖമുണ്ട്. കാരണം CID മൂസ ഈസ് എ ഗോട്ട്. അതൊരു ഗോട്ട് പടമാണ്. അത്രയും എന്താ പറയുക, യുണീക്കാണ് ആ മൂവി. ഒരു സെക്കൻഡ് പാർട്ട് ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ഫസ്റ്റ് മൂവി അതുപോലെ തന്നെ ഇരിക്കണം, അതാണ് അതിൻ്റെ ഒരു രസം. അല്ലാതെ ഒരു സെക്കൻഡ് പാർട്ട് കൊണ്ടുവന്ന് എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. പക്ഷേ എനിക്ക് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. നല്ലൊരു വരവേൽപ്പും എന്തായാലും സിനിമയ്ക്ക് കിട്ടും. അത്രയും ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ഒരു മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലെന്ന് തന്നെ പറയാം ആ മൂവി. കാരണം അത്രയും റിപ്പീറ്റ് അടിച്ചുള്ള ഒരു മൂവി മലയാളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ല. അത് എടുത്തു പറയാം. ഇന്നേ വരെ CID മൂസയിൽ അത്ര റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരു പടവും ഇന്നേ വരെ വന്നിട്ടില്ല. കാരണം അതൊരു സിനിമയല്ല, അതൊരു വികാരമാണ്. കാരണം അത്രയും എൻഗേജിങ് ആയിട്ടുള്ള, അത്രയും അടിപൊളിയായിട്ടുള്ള, തുടക്കം തൊട്ട് അവസാനം വരെ ഇത്രയും എൻഗേജിങ്ങും ഇത്രയും ഫൺ എലമെന്റ്സും അത്രയും നല്ലൊരു കാസ്റ്റിങ് സിനിമയ്ക്കകത്ത്. എനിക്ക് മെയിനായിട്ടുള്ള വേറൊരു സങ്കടം, ഞാൻ ആദ്യമേ സങ്കടമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഞാൻ ഇപ്പം പറയാം. അത് ഇവരൊക്കെയാണ്. ഇവരുടെ മിസ്സിങ് വളരെ വലുതാണ്. അവരില്ലാതെ ഈ CID മൂസ ഉണ്ടോ? CID മൂസ 2 ഇവരില്ലാതെ അത് കംപ്ലീറ്റ് ആവുമോ? എന്തോ എനിക്കറിയില്ല, എനിക്കതങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവരൊന്നും ഇല്ലാതെ ആ സിനിമ കംപ്ലീറ്റ് ആവില്ല. നമ്മുടെ കൊച്ചിനനീപ സാറായാലും നമ്മുടെ ജഗതി ശ്രീകുമാർ സാറായാലും അത്രയും പേര് മത്സരിച്ച് ആ സിനിമയ്ക്കകത്ത് സ്കോർ ചെയ്തുകൊണ്ടിരുന്നൊരു മൂവിയാണ് CID മൂസ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരില്ലാതെ ആ സിനിമ കംപ്ലീറ്റ് ആവുമോ? അതിന് പകരം വെക്കാൻ ആരുണ്ട് ഇപ്പോൾ മലയാളത്തിൽ? ഇല്ല. എന്തായാലും നന്നായി വരട്ടെ. എന്തായാലും 2027 സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് വരട്ടെ. എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ്. പക്ഷേ CID മൂസ ഇസ് എ ഗോട്ട്. ഓക്കെ.